ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. തക്കാളി വെച്ചിട്ടാണ് ഈ ഒരു ഒഴിച്ചുകറി ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ. നിങ്ങളെടുക്കുമ്പം പുളിയില്ല തക്കാളി എടുക്കാനായിട്ട് നോക്കുക. പുളിയുള്ള തക്കാളി വെച്ചിട്ട് ഈ കറി വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു തക്കാളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയൊന്നുമല്ല, എന്നാൽ കുറച്ച് എരിവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 പച്ചമുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മളിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിക്ക് ആവശ്യമായിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല, നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തവി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 5-6 കൊച്ചുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനെടുത്ത തക്കാളി പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം വാളൻപുളിയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന തക്കാളി പുളിയുള്ളതാണെങ്കിൽ ഈ വാളൻപുളി വേണ്ട, ഇത് ഒഴിവാക്കാം. അപ്പോൾ എൻ്റെ തക്കാളി ഇപ്പോൾ പുളി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വാളൻപുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പൊക്കെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ നല്ല കട്ടിയായിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്ത ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമ്മളെ കറി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിയിലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
ഇതുപോലെ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കറി അടുപ്പിൽ നിന്നൊന്ന് മാറ്റാം. അടുപ്പിൽ തന്നെ വെക്കുമ്പോൾ ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ വീണ്ടും കറി നന്നായിട്ട് തിളച്ച് വരും. അതുകൊണ്ട് ഞാൻ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കറി ഒന്ന് കടുക് താളിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണിലും കുറവ് പെരുംജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെരുംജീരകം കൂടി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറെ പച്ചക്കറികളൊന്നും വേണ്ട, തക്കാളിയും പച്ചമുളകും മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.